എല്ലാ പേർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ അല്ലെങ്കിൽ ഒരു പ്രെയർ എന്ന് പറയാം. നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രെയർ ആണിത്. ഞാൻ പ്രാക്ടീസ് ചെയ്തു. എനിക്ക് ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഏത് സമയത്താണ്, എത്തരത്തിലുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് തുടങ്ങിയ വിശദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഓഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മെയ് മാസം 1-ാം തീയതി മുതൽ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2 ബാച്ചുകളായിട്ടാണ്. രാവിലെ 5 മണി മുതൽ 6 മണി വരെയും മറ്റൊന്ന് രാത്രി 7 മണി മുതൽ 8 മണി വരെയാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. സൂം വഴിയാണ് ക്ലാസ് കേട്ടോ. ഇനി നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അതുവഴി നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം, നമ്മുടെ കണ്ടൻറ്റിലേക്ക് വരാം. അതായത് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന, നമ്മൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്യുന്നവരാണല്ലേ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ. അതുപോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പ്രെയറാണിത്. ഇത് എല്ലാ ആഗ്രഹങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുണ്ടല്ലോ, നമുക്ക് ഒരു മാസത്തിനുള്ളിൽ നേടിയെടുക്കേണ്ട, ഒരാഴ്ചയ്ക്കുള്ളിൽ, കുറച്ച് ദിവസത്തിനുള്ളിൽ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു ഉദാഹരണം പറയാൻ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആഹാരം സാധനങ്ങൾ കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ ആഴത്തിലുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആദ്യം ഇങ്ങനെയുള്ളത്, ഞാനും ഇങ്ങനെ തന്നെയാണ് ഇത് പ്രാക്ടീസ് ചെയ്തത്. അത് മാനിഫെസ്റ്റ് ആയതിന് ശേഷമാണ് കുറച്ചുകൂടെ വലിയ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ്. ഡ്രസ്സ്, നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കുട്ടി ചോദിച്ചിരുന്നു, മനസ്സിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടാനുള്ളൊരു സ്വിച്ച് വേർഡ് പറഞ്ഞു തരും. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം, മാനിഫെസ്റ്റ് ആകും. അതിൻ്റെ റിസൾട്ട് കിട്ടിയോണ്ടാണ് പറയുന്നത്. പിന്നെ മറ്റൊന്ന്, നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തികളെ കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കാൻ, നമുക്ക് ഏതെങ്കിലും ഓഫീസിൽ പോകണോ, അവിടെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട്, നമുക്കതൊക്കെ ഒരു ഷോർട്ട് ടേം, ഒരു കുറച്ച് കാലയളവിനുള്ളിൽ നേടിയെടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രെയർ ഉപയോഗിക്കാം. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ആഹാര സാധനങ്ങൾ കുറച്ച് മാനിഫെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അതുപോലെ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് എനിക്കിഷ്ടപ്പെട്ടൊരു കളർ ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട കളർ മാത്രമല്ല, മനസ്സിൽ അങ്ങനെ ഒരു മോഡൽ കൂടെ ഉണ്ടായിരുന്നു. അതെനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റൊന്ന്, കുറച്ചുകൂടെ ആഴത്തിലുള്ള, അതായത് എനിക്കൊരാൾ കുറച്ച് കാശ് തരാനുണ്ടായിരുന്നു. 2-3 തവണ ചോദിച്ചു. കുറച്ച് വലിയ കുറച്ചെന്ന് പറഞ്ഞാൽ 2000 രൂപ, വലുതല്ല. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം പണം എത്ര ചെറുതാണെങ്കിലും മൂല്യം ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ കൊടുത്തായിരുന്നു, ഒരു സഹായമായിട്ട് കൊടുത്ത. പക്ഷെ പിന്നെ ചോദിക്കുമ്പോഴൊന്നും ഒരു തരത്തിലുള്ള മറുപടിയും കിട്ടിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അത് കിട്ടില്ലായിരിക്കും. അപ്പോൾ ഈ പ്രാക്ടീസ് കിട്ടിയപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് കാശ് ഒരു ദിവസം ചോദിച്ചപ്പോൾ തരാമെന്ന് മാത്രമേ പറഞ്ഞു. പല മെസ്സേജുകളും അയച്ചിട്ട് റിപ്ലൈ ഇല്ലായിരുന്നു. ഒരു തവണ മാത്രം തരാമെന്ന് പറഞ്ഞു. പിന്നെ ഈ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു, ഗൂഗിൾ പേ നമ്പർ ഇത് തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേ നമ്പറിലൂടെയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. എന്നാലും ഇങ്ങോട്ട് ചോദിച്ചു, അതെ ഇത് തന്നെയാണ്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം ഞാൻ കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചതാണ്. എനിക്ക് അപ്പോഴാണ് ശരിക്കും ഈ ഒരു പ്രെയറിൻ്റെ ശരിക്കുള്ള ആ ഒരു അത്ഭുതം, ശരിക്കും നമ്മൾക്കത് റിസൾട്ട് കിട്ടുന്നു എന്നുള്ളത്. മറ്റ് ആഗ്രഹങ്ങളൊക്കെ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നേടിയെടുക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത് മറ്റൊരാളുടെ മനസ്സിനെയാണ് ശരിക്കും ആൾക്ക് തോന്നണ്ടേ നമുക്ക് ആ കാശ് തരാനായിട്ട്. എനിക്ക് ശരിക്കും ഒരു മിറാക്കിൾ പോലെയായിരുന്നു ആ ഒരു അനുഭവം. എനിക്ക് ആ പൈസ തിരികെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അതുപോലെ നിങ്ങൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാലോ ഇത്ര ദിവസത്തിനുള്ള ഇൻ്റർവ്യൂ കാണുമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, സക്സസ് ആകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഏതെങ്കിലും ജോബിന് വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പ് ആ ജോബ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള
കുറച്ച് കാര്യങ്ങൾ കാലയളവിനുള്ളിൽ നമുക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണും എത്തരത്തിലുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന്. അപ്പോൾ അത് അനുസരിച്ച് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇത് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇതിന് സ്ക്രിപ്റ്റിങ്ങോ അഫർമേഷനോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വിഷ്വലൈസേഷൻ നിർബന്ധം പറയുന്നില്ല. പക്ഷെ ഞാൻ വിഷ്വലൈസേഷൻ കൊടുത്തു കേട്ടോ. കാശ് കിട്ടുന്നതായിട്ടും നമ്പർ ഈ 2000 രൂപ ക്രെഡിറ്റ് ആവുന്നതായിട്ടും ഞാൻ വിഷ്വലൈസേഷൻ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യുന്നതിലൊരു തെറ്റില്ലല്ലോ, ഉപകാരമല്ലേ ഉള്ളൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ചെയ്തേക്കുക. എന്തായാലും പ്രാക്ടീസ് ചെയ്യുക. ഇത് ഇങ്ങനെയാണ്. ശരിക്കും ഞാനിത് ഇംഗ്ലീഷിലാണ് എഴുതിയത്. ഞാനിത് ഇംഗ്ലീഷിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേര് അത് ബുദ്ധിമുട്ടായി. അതുകൊണ്ട് തന്നെ മലയാളത്തിലും ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കി, റിസൾട്ട് കിട്ടി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ നിങ്ങൾക്ക് തരുന്നത്. അല്ലാതെ മലയാളത്തിലായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ റിസൾട്ട് കിട്ടില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളെക്കാളേറെ എനിക്കത് ടെൻഷനായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോയെന്ന്. അത് ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മലയാളത്തിൽ തന്നെ പറയുന്നത്. താങ്ക് യു ഡിവൈൻ, എനിക്കിത് കാണിച്ചു തന്നതിന്. താങ്ക് യു ഡിവൈൻ, എനിക്കിത് കാണിച്ചു തന്നതിന്. എന്തെന്നാൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ജോലി എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. ഉദാഹരണം, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, ഇപ്പോൾ രാവിലെയൊക്കെ എന്തെങ്കിലും സൗന്ദര്യപ്പണക്കമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറിയിട്ട് സന്തോഷമായിട്ട് നിങ്ങൾ വൈകുന്നേരം കാണുമ്പോൾ വളരെ സന്തോഷകരമായിട്ട് മാറ്റാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും ഉപയോഗിക്കാം. താങ്ക് യു ഡിവൈൻ, എനിക്കിത് കാണിച്ചു തന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും സന്തോഷമായിട്ട് സംസാരിക്കുകയും സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതിന് നന്ദി. അങ്ങനെ നിങ്ങളുടെ ആവശ്യാനുസരണം എഴുതുക. അതുപോലെ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ കാശിൻ്റെ ആണെങ്കിൽ താങ്ക് യു ഡിവൈൻ, എനിക്കിത് കാണിച്ചു തന്നതിന്. എന്തെന്നാൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഇത്രയും രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു ചേർന്നു. ആ രീതിയിൽ താങ്ക് യു ആദ്യം പറയുന്നുണ്ട്, അവസാനം നന്ദി എന്നുള്ള വേർഡോ അല്ലെങ്കിൽ താങ്ക് യു ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു ഡിവൈൻ, എനിക്കിത് കാണിച്ചു തന്നതിന്, അല്ലെങ്കിൽ താങ്ക് യു ഡിവൈൻ, എനിക്കിത് കാണാൻ സാധിച്ചു എന്നോ കാണിച്ചു തന്നതിന് എന്നത് എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. താങ്ക് യു ഡിവൈൻ, എനിക്കിത് കാണിച്ചു തന്നതിന്. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഇന്ന കാര്യം സാധിച്ചു. അപ്പം നിങ്ങളുടെ ആവശ്യമാണ് അവസാനം എഴുതേണ്ടത് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഡിവൈൻ, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഇന്ന് വൈകുന്നേരം എനിക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചു. മനസ്സിലായോ? ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നത് കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഉദാഹരണ സഹിതം പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ശരിക്കും ഇത് പറയുന്നത് 24 hours റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇനി 24 hours കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കുറച്ച് ദിവസം മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഈ പ്രാക്ടീസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിൽ വെച്ചത് 7 ദിവസമാണ്. 7 ദിവസത്തിനകം തന്നെ ഈ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് നേടിയെടുക്കാൻ ഒരുപാടൊന്നും ഇല്ല കേട്ടോ. ഒരു 3-4 ആഗ്രഹങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് ഞാൻ ചെയ്തത് മലയാളത്തിലായിരുന്നു. അത് മാനിഫെസ്റ്റ് ആകുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതെനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസത്തിനകം അതെനിക്ക് മാനിഫെസ്റ്റ് ആയി. ഈ 4 കാര്യങ്ങളും എനിക്ക് മാനിഫെസ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുന്നു. പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇതെപ്പോഴാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? നിങ്ങൾ കിടക്കുമ്പോൾ, അതായത് ഉറക്കം വരുന്ന സമയത്തില്ല, മയക്കം വരുന്ന സമയത്ത് വളരെ വിശ്വാസത്തോടു കൂടി നെഞ്ചിൽ കൈ വെച്ചിട്ട് പറയാം, താങ്ക് യു ഡിവൈൻ, എനിക്കിത് കാണിച്ചു തന്നതിന്. ഞാൻ ആഗ്രഹിച്ചതുപോലൊരു ജോലി എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അത് നമ്മൾ വളരെ നല്ല ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ അറ്റം സത്യസന്ധമായ രീതിയിൽ നിങ്ങൾ പറയുക. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ഉടനെ, അതായത് നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ആ ഒരു മയക്കമില്ല, അത് മാറുന്നതിന് മുമ്പ് തന്നെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പറയും, താങ്ക് യു ഡിവൈൻ, ഞാൻ ആഗ്രഹിച്ചതുപോലെ. താങ്ക് യു ഡിവൈൻ, എനിക്കിത് കാണിച്ചു തന്നതിന്. ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ജോബ് നേടിയെടുക്കാൻ സാധിച്ചു. ഇപ്പം ഇങ്ങനെ നിങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും നേടിയെടുക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇത് എഴുതണം എന്നുണ്ടെങ്കിലും എഴുതാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എഴുതുന്നത് വളരെ നല്ലതാണ്. ഈ 2 സമയവും എന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ച് അങ്ങ് ഡിറ്റാച്ച്, അതായത് ഈ ഒരു പ്രാർത്ഥനയിൽ നിന്നും കൂടുതൽ നിങ്ങൾ മാറുക. കാരണം ഇത് നടക്കുമോ ഇല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിൽ വരരുത്. അത് വിശ്വാസത്തിന് നമുക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് സംശയങ്ങൾ വരുന്നതെന്ന് വരും. അതുകൊണ്ട് പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി അത് നടന്നു കഴിഞ്ഞു എന്നൊരു വിശ്വാസത്തോടു കൂടി അതിൽ നിന്നും ഡിറ്റാച്ച് ചെയ്തേക്കുക.
അപ്പോൾ ഇതാണ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ നിങ്ങൾ ഇന്ന് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു അധികം എന്താണ് ഒരു മാസത്തിനുള്ളിൽ അല്ലെ ഒരാഴ്ചയ്ക്കുള്ളിൽ നേടിയെടുക്കേണ്ട ആഗ്രഹങ്ങൾ തന്നെ വെച്ചോളൂ. നമുക്കറിയാമല്ലോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് ഇപ്പം തന്നെ കിട്ടും. ചിലപ്പോൾ അത് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം നടക്കേണ്ട ആഗ്രഹങ്ങൾ ഈ മാസം നടക്കാൻ സാധ്യതയുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ആ മനസ്സിൽ ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ചെയ്യുക. എന്തായാലും നിങ്ങൾ എല്ലാവരുടെയും ആഗ്രഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നടന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സക്സസ് സ്റ്റോറി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും അടിസ്ഥാനം നമ്മുടെ ചിന്തകൾ തന്നെയാണ്. നമ്മുടെ ചിന്തകളിൽ ആ ഒരു സത്യം അല്ലെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റുമെന്നൊരു വിശ്വാസത്തോടു കൂടി അത് നമുക്ക് നമ്മുടെ കണ്ണിൽ തന്നെ ആ വിജയം കാണാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കണമെങ്കിൽ ആ ആഗ്രഹം നേടിയെടുത്ത ആളിൻ്റെ ചിന്താഗതിയിൽ നമ്മൾ എത്തണം. കുറച്ച് നേരത്തേക്കെങ്കിൽ കുറച്ച് നേരത്തേക്ക് ആ ഒരു ചിന്താഗതിയിൽ നിങ്ങൾക്കൊരു ജോലിയാണ് വേണ്ടെങ്കിൽ ആ ജോലി നേടിയെടുത്ത് കഴിഞ്ഞ് നിങ്ങളായി ഇരുന്നു കൊണ്ട് വേണം നിങ്ങളതിൻ്റെ അഫർമേഷനോ ഇതുപോലുള്ള പ്രാക്ടീസുകളോ ഒക്കെ ചെയ്യാൻ. അല്ലാതെ നിങ്ങളിപ്പോൾ ജോലിയും ഇല്ല, ഒരു ഗതിയില്ലാത്ത ഒരാളുടെ മനസ്സ് ഈ വേദനയോടുകൂടി ഇരുന്നിട്ട് എന്താണ് പറഞ്ഞാലെങ്കിലും ഇത് അഫർമേഷൻ പറഞ്ഞാലെങ്കിലും എനിക്കൊരു ഗതി വരട്ടെ എന്നുള്ള രീതിക്ക് പറഞ്ഞാൽ റിസൾട്ട് കിട്ടണം എന്നില്ല. അതാണ് നമ്മുടെ ആഗ്രഹങ്ങളുടെ ഫ്രീക്വൻസിയിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ് കാര്യങ്ങൾ വന്നാൽ കൂടെ അതിനെ അവിടെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സന്തോഷം നിലനിർത്താനുള്ള ഒരു കഴിവ് നമ്മുടെ ചിന്തകൾക്കുണ്ടാകണം. തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. നിരന്തരമായ പ്രാക്ടീസിലൂടെ വിപരീത സാഹചര്യമൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന സാഹചര്യത്തിൽ പോലും പോസിറ്റീവായിട്ട് നിന്നുകൊണ്ട് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള കഴിവ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നിരന്തരമായ പ്രാക്ടീസ് തന്നെയാണ് എല്ലാത്തിനും അടിസ്ഥാനം എന്ന് പറയുന്നത്. ഏത് കാര്യമായിരുന്നാലും നിത്യാഭ്യാസി ആനയെടുക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ നല്ല ഒരു പോസിറ്റീവായിട്ട് നിലനിർത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ നിരന്തരമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകൾ ചെയ്താൽ മതി. തീർച്ചയായിട്ടും അത് നമുക്ക് സ്വന്തമാവുക, ആ ഒരു മൈൻഡ് പവർ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവരും കഴിയുന്നതും ഓരോ നിമിഷവും നമ്മൾ ആസ്വദിക്കാൻ തക്കോണം മനസ്സിനെ നിയന്ത്രിച്ച് കൊണ്ടുപോവുക. ഈശ്വരൻ തന്ന ദാനമാണ് ഓരോ ദിവസം എന്ന് പറയുന്നത്. അത് കൂടുതൽ സമയം നമ്മൾ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഇരിക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക. നമ്മുടെ ഉള്ളിലുണ്ട് ഈശ്വരൻ്റെ അംശം അല്ലെങ്കിൽ ഈശ്വരൻ. അത് ആ ഒരു ചൈതന്യം നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ തരിക തന്നെ ചെയ്യും. വാതിലുകൾ തുറന്ന് കാണിച്ചു തരും നമുക്ക് മുന്നോട്ട് പോകാനുള്ള. പ്രതിസന്ധി വരുമ്പോൾ തളർന്ന് കണ്ണിലെ ഇരുട്ട് വ്യാപിക്കുന്നത് കൊണ്ടാണ് മുന്നിൽ കിടക്കുന്ന വാതിലുകൾ, നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന വാതിലുകൾ നമ്മൾ കാണാതായി പോകുന്നത്. അതുകൊണ്ട് ഏത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ തളർന്നു പോകരുത്. തളർന്നിട്ടില്ല എന്ന് മനസ്സിനോട് ആവർത്തിച്ച് പറഞ്ഞ് വീടിനടുത്തുനിന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുക. എന്നിട്ട് മുമ്പോട്ട് പോയി നോക്കൂ. നിങ്ങളുടെ വഴികൾ വെളിച്ചം നിറഞ്ഞതായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വഴിയെ നിങ്ങൾക്ക് പോയാൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാധിക്കും. ഇത്തരത്തിൽ സന്തോഷത്തോടു കൂടി ആത്മധൈര്യത്തോടു കൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അപ്പം എല്ലാവരുടെ ജീവിതത്തിലും എല്ലാ നന്മകളും സമ്പദ് സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും ഒക്കെ നൽകി ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.